വിവാഹം അനിവാര്യമല്ല ആണോ എന്ന് വെച്ചാൽ അല്ല എന്ന് തന്നെ എനിക്ക് പറയാൻ ഇഷ്ടം. പിന്നെ നല്ല കല്യാണം അല്ലെങ്കിൽ അതിൽ നിന്ന് വിട്ടുപോണതാണെന്നാണ്. റിലേഷൻഷിപ്പ് ഇസ് ടോക്സിക്, ഡോണ്ട് കണ്ടിന്യൂ. എന്നെ പിടിച്ചത് വിവാഹം കഴിപ്പിച്ചതാണ്. പെണ്ണ് കണ്ട് 9ാം നാള് വിവാഹം കഴിഞ്ഞതാണ്. ഒരുപാട് ഈ റിലേഷൻഷിപ്പ് കാണുന്നത് സോഷ്യൽ മീഡിയ റിലേഷൻഷിപ്പ് കാണും. ഫോർ റീസൺസ് അൺനോൺ എല്ലാവരും പെട്ടെന്ന് ഫോളിങ് ഇൻ ലവ് ആൻഡ് ഫോളിങ് ഔട്ട് ഓഫ് ലവ് കാണുന്നുണ്ട്. ഇന്നത്തെ മതം ജാതി ഒന്നും ബാധകമല്ല. വൺസ് കമ്മിറ്റഡ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വിട്ടുവീഴ്ച ചെയ്യണം. ഒരു പ്രണയ വിരോധിയായിരുന്നു. എനിക്കറിയാം എത്രയും കുട്ടികൾ എഗ് സ്റ്റോർ ചെയ്യാൻ ഇവിടെ വരാറുണ്ട്. കാരണം അവർ ഇതുവരെ ഒരു പാർട്ട്ണറെ കണ്ടുപിടിച്ചിട്ടില്ല. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഒരുപാട് ആൾക്കാര് പല തലത്തില് അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ് വിവാഹത്തെ പറ്റിയിട്ട്. വിവാഹം നമ്മുടെ ജീവിതത്തില് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ വിവാഹിതയാണ്. എന്നെ പിടിച്ചത് വിവാഹം കഴിപ്പിച്ചതാണ്. പെണ്ണ് കണ്ട് 9ാം നാള് വിവാഹം കഴിഞ്ഞതാണ്. ദൈവം തമ്പുരാന് മാത്രം അറിയാം. ഞാനാണെങ്കിൽ സക്സസ്ഫുൾ മാരീഡ് പേഴ്സൺ ആണ്. ഓക്കെ, എല്ലാ വിവാഹവും ഇഫ് യുവർ മാരേജ് ഇസ് മെയ്ഡ് ഇൻ ഹെവൻ ഇറ്റ് വിൽ ഹാപ്പൻ ദാറ്റ് വേ. വിവാഹം അനിവാര്യമല്ല ആണോ എന്ന് വെച്ചാൽ അല്ല എന്ന് തന്നെ എനിക്ക് പറയാൻ ഇഷ്ടം. എന്റെ മുമ്പിൽ വന്നേക്കുന്നു ഇഷ്ടം പോലെ ഫെയിൽഡ് മാരേജസ് ഉള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾ ഞാൻ കാണുന്നു. ഫെയിൽഡ് മാരേജസും ചില കുട്ടികൾ അബ്യൂസും മാരീഡ് ലൈഫിലുള്ള അബ്യൂസും അനുഭവിച്ചേക്കുന്നവരെ കാണുന്നു. ചിലവർ വളരെ കൈപ്പേറിയ കല്യാണത്തിൽ ഇങ്ങനെ തൂങ്ങിപ്പെട്ട് നിൽക്കുന്നവരെ കാണുന്നു. അപ്പൊ ഞങ്ങൾ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് ഇവർക്ക് വിട്ടുമാറി നിന്നിരുന്നെങ്കിൽ എന്ന് വിചാരിക്കും. പക്ഷെ ഒരു നല്ല പങ്കാളിയെ കിട്ടുകയാണ്. നല്ലൊരു പങ്കാളിയെ കിട്ടി നമ്മൾ നന്നായി കല്യാണം കഴിച്ച് സന്തോഷത്തിലൂടെ ജീവിക്കണം. എന്ന് വെച്ചാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും കേട്ടോ. പങ്കാളികള് ജീവിതം അഭിപ്രായ വ്യത്യാസം നോർമലാണ്. ഓക്കെ, ഇപ്പൊ എനിക്ക് ബോധിച്ചില്ല എന്റെ ഭർത്താവ് ഇന്നത് ചെയ്തു എന്നുള്ളത്, അല്ലെങ്കിൽ ഇന്നത് പറഞ്ഞു എന്നുള്ളത്, അപ്പൊ തന്നെ ഇതൊന്നുമല്ല ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെയല്ല എന്നുള്ളത് പറഞ്ഞ് പക്ഷെ അത് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിൽ തമ്മിത്തല്ലിൽ എത്താതിരിക്കുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ വഴക്ക് ഉണ്ടെങ്കിൽ തന്നെ അത് റിക്കവർ ചെയ്യാൻ പറ്റുക. പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോഴത്തേക്ക് എന്തിനാ തമ്മിത്തല്ലി എന്ന് പറയാനുള്ള ഒരു മൂഡിലേക്ക് എത്തുന്ന ഒരു ബന്ധങ്ങളാണെന്ന് വിചാരിക്കാം. വളരെ നല്ലതാണ്. ബിക്കോസ് കമ്പാനിയൻഷിപ്പ് ഉണ്ട് അതിൽ. നമുക്ക് വളരെ വളരെ കമ്പാനിയൻഷിപ്പ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ഇന്റിമേറ്റ് ആയിട്ടുള്ള കമ്പാനിയൻഷിപ്പ് ഉണ്ട്. എനിക്ക് അവിടെ വേദന എടുക്കണം, ഇവിടെ വേദന എടുക്കണം എന്നൊക്കെ പൊതുജനത്തിനോട് പോയി പറയാൻ പറ്റുന്നില്ല. ഓക്കെ, നമ്മളുടെ എത്ര സിബ്ലിങ്സ് ആണെങ്കിലും പറയാൻ പറ്റില്ല. പക്ഷെ നമ്മളുടെ സ്പൗസിനോട് പറയാൻ പറ്റും. ഓക്കെ, ഒന്ന് തിരുമ്മി തരും, ബാക്ക് ഭയങ്കരമായിട്ട് കഴക്കണോ എന്നൊക്കെ. ഇപ്പൊ ഞാൻ എൻ്റെ തരം പ്രൊഫഷണൽ ഒരുപാട് നേരം നിന്ന് സർജറി ഒക്കെ ചെയ്യുമ്പോൾ ബാക്ക് നന്നായിട്ട് വേദന എടുക്കും. അപ്പൊ നമ്മൾ പറയാറുണ്ട്, ഒന്ന് തിരുമ്മി തരും, ഭയങ്കരമായിട്ട് അവിടെ കഴക്കണോ എന്നൊക്കെ പറയാൻ പറ്റും. നല്ലൊരു വിവാഹമാണെങ്കിൽ നമുക്ക് അതിലൊക്കെ ഒരു കിട്ടും. മോർ ദാൻ ദാറ്റ് നമ്മളിപ്പോ എല്ലാ ജോലിയൊക്കെ റിട്ടയർ ചെയ്ത് ഇരുന്ന് കമ്പാനിയൻഷിപ്പിനും നല്ലതാണ്. വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാനും നല്ലത്. ഒന്നുമില്ല, ഒരു സിനിമ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് കണ്ടുകൊണ്ടിരിക്കാം. തിയേറ്ററിലേക്ക് പോയിരുന്ന സിനിമ കണ്ടുകൊണ്ടിരിക്കാം. ഒന്നും വേണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നുകൊണ്ട് പോണവരെയൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഒരു ബർഗർ തിന്നാം. നത്തിങ് റോങ്. അത് കമ്പാനിയൻഷിപ്പാണ്. ഓക്കെ, ഇല്ലാത്തവർ കല്യാണം കഴിക്കാതിരിക്കണതാണ് നല്ലത്. പിന്നെ നല്ല കല്യാണം അല്ലെങ്കിൽ അതിൽ നിന്ന് വിട്ടുപോണതാണ് നല്ലത്. ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടാവാതിരിക്കാൻ നല്ലത്. നമുക്ക് കല്യാണം വേണം എന്നുള്ളത് അവനോ തീരുമാനിക്കുക. ഞങ്ങളുടെ ജനറേഷൻ അല്ല ഇപ്പോഴത്തെ ജനറേഷൻ. അവര് തീരുമാനിക്കുക. തന്നെത്താനെ നല്ലൊരു പങ്കാളിയെ കണ്ടുപിടിക്കുകയാണെങ്കിൽ, ഞാൻ പങ്കാളിയെ കണ്ടുപിടിച്ചു പോയി എന്നുള്ളതല്ല. ഓക്കെ, റിലേഷൻഷിപ്പ് ഇസ് ടോക്സിക്, ഡോണ്ട് കണ്ടിന്യൂ. അങ്ങനെ അല്ലാണ്ടുള്ള ഒരു ബോത്ത് ആണിനും പെണ്ണിനും ഇത് തത്തുല്യമായിട്ട് ബാധകമാണ്. അല്ലെങ്കിൽ മുമ്പോട്ടേക്ക് പോവുക, കല്യാണം കഴിക്കാൻ, ആ കല്യാണത്തിൽ തുടർന്ന് നിൽക്കുക. ചെറിയ ശാശികളൊക്കെ ഉണ്ടാവാണ്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. നാച്ചുറൽ ആണത്. പക്ഷെ പെർമനന്റ് ആയിട്ടുള്ള ഒരു ബന്ധങ്ങൾ ഉണ്ടാവാതിരിക്കാൻ, പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നോക്കുക. അല്ലാതെ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയില്ല. യങ്സ്റ്റേഴ്സിനോട് ഞാൻ ഒരിക്കലും നിർബന്ധിക്കില്ല. ഞാൻ എൻ്റെ മകനെയും നിർബന്ധിച്ചല്ല കല്യാണം കഴിച്ചത്. അവൻ്റെ സ്വന്തം പെൺകുട്ടിയെ കണ്ടുപിടിച്ചിട്ടുണ്ട് കല്യാണം കഴിച്ചത്. ഇന്നത്തെ മതം ജാതി ഒന്നും ബാധകമല്ല. അത് ഞാൻ എൻ്റെ തന്നെ ജീവിതത്തിൽ തന്നെ പറയണതാണ്. ഇറ്റ്സ് നത്തിങ്. റിലീജിയൻ, കാസ്റ്റ്, ക്രീഡ് ഒന്നും ബാധകമല്ല. അതൊക്കെ ചെയ്യുക. അതിൽ തന്നെ ഇഫ് ദേ ആർ ഹാപ്പി, ദേ ആർ ഹാപ്പി. ആൻഡ് ഇഫ് ദേ ആർ ഹാപ്പി, നമ്മൾ സന്തോഷത്തോടുകൂടി അവരെ ഒബ്സർവ് ചെയ്യുക. അവർ ഹാപ്പി ഫോർ ദം എന്ന് പറഞ്ഞ് സന്തോഷിക്കും. അത്രേ ഉള്ളൂ. അല്ലാണ്ട് ചെയ്യല്ലേ. അത് ഞാൻ എല്ലാ പെൺകുട്ടികളോടും എല്ലാ പുരുഷന്മാരോടും പറയും. ഇപ്പൊ നമ്മള് ഒരുപാട് ഈ റിലേഷൻഷിപ്പ് കാണുന്നത് സോഷ്യൽ മീഡിയ റിലേഷൻഷിപ്പ് കാണുന്നത് ഫോർ റീസൺസ് അൺനോൺ എല്ലാവരും പെട്ടെന്ന് ഫോളിങ് ഇൻ ലവ് ആൻഡ് ഫോളിങ് ഔട്ട് ഓഫ് ലവ് കാണുന്നുണ്ട്.
ഫോളിങ് ഇൻ ലവിന്റെ വേറൊരു പദം അതിന്റെ അടുത്തതിന്റെ പുറകിലായിട്ട് സെക്സ് ആൻഡ് അൺപ്ലാൻഡ് പ്രഗ്നൻസി ഒക്കെ കാണുന്നുണ്ട്. ഇയാളെ എവിടെ കണ്ടു? സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെട്ടു. ഇയാളുടെ പേരെന്താ? ഇത് ശരിക്കുള്ള പേരാണോ? ആ, ഞാൻ അന്ന് സ്ത്രീയെ എത്രേ പറയുള്ളൂ. ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് വിവാഹ ജീവിതം തന്നെയാണ്. ഡോക്ടർ ഇപ്പൊ പറഞ്ഞ രീതിയില് ഫോളിങ് ഇൻ ലവ് ആൻഡ് ഔട്ട് ഓഫ് ലവ്, ആ ഒരു സ്റ്റേജ് എന്തുകൊണ്ടായിരിക്കും ഉണ്ടാവും? അത് നമ്മൾ റൈറ്റ് ആയിട്ടുള്ള പേഴ്സണെ ചൂസ് ചെയ്യാഞ്ഞിട്ടായിരിക്കാം. ഫോളിങ് ഇൻ ലവ് വിചാരിച്ചപ്പോ നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും ഗംഭീരാണെന്ന്. അടുത്തറിയാമ്പോഴായിരിക്കാം വിചാരിക്കുന്നത് അയ്യോ ഇതെന്ത് തോന്നാൻ ഇതൊന്നുമല്ല എനിക്ക് വേണ്ടേ. അല്ലെങ്കിൽ തിരിച്ച് ഈ പെണ്ണ് എന്തൊരു പെണ്ണ്, എനിക്ക് ഈ പെണ്ണിനെ അല്ലായിരുന്നു വേണ്ടേ. രണ്ടു തരത്തിലും ഉണ്ടാവാം. അപ്പൊ കൂടുതൽ കുറച്ചും കൂടി അടുത്തറിയുമ്പോഴായിരിക്കാം മനസ്സിലാവുക. ഇപ്പൊ ഫോൾ ഔട്ട് ഓഫ് ലവ് ഇപ്പൊ മാറുന്നത് തന്നെയാണ് നല്ലത് അങ്ങനത്തെ റിലേഷൻഷിപ്പ്. തുടക്കത്തിൽ തന്നെ നമുക്ക് ബോധിച്ചില്ല എന്നുണ്ടെങ്കിൽ. പിന്നെ കുറച്ചൊക്കെ ഡിസില്യൂഷൻമെന്റ് എല്ലാ ജീവിതത്തിലും ഉണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചത് നോബൽ പ്രൈസ് കിട്ടുന്ന ഒരു വ്യക്തിയായിരിക്കാം, അത്രയും ബുദ്ധിമാനും ബുദ്ധിമതി, അത്രയൊന്നും ഇല്ലല്ലോ ഈ സാധനം എന്നുള്ളത്. അത്രയുള്ള ഒരു നമ്മളുടെ ഇപ്പം പലപ്പോഴും നമ്മളുടെ പ്രതീക്ഷയുടെ കോലുകൾ നമ്മൾ താത്തും. ഓക്കെ, പക്ഷെ നമ്മൾ എന്നിട്ടും തറ ലെവലിലേക്ക് വരുന്നത് അൺഫെയർ ആണ്. നമുക്കൊരു കോമ്പാറ്റിബിലിറ്റി ലെവലിലേക്ക് വരിക. ആദ്യം വിചാരിച്ച ലെവലിലല്ലല്ലോ എന്നുള്ളത് ആക്സെപ്റ്റൻസ് ആണ്. ഡിസില്യൂഷൻമെന്റ് ഇറ്റ്സ് പോസിബിൾ ആണ്, ബട്ട് ഇറ്റ്സ് ഓക്കെ, ആക്സെപ്റ്റ് ചെയ്യുക. കുറച്ചൊക്കെ നമ്മളും വിട്ടുവീഴ്ച. പിന്നെ അങ്ങോട്ടേക്ക് ഒരു നൂൽപാലം പോലെ നമ്മൾ അങ്ങോട്ട് നടക്കുക, അവരിങ്ങോട്ട് നടക്കുക. രണ്ടുപേരും കൂടി ഒരു 10 അടി ക്ലോസറായിട്ട് വരുംതോറും ക്ലോസ്നെസ് നന്നായിട്ട് കുറയും. അവര് കാണുന്നത് പോലെ നമ്മളും ആവില്ല, നമ്മൾ കാണുന്ന പോലെ അവരും ആവില്ല. അല്ല, നമ്മൾ വിചാരിച്ച പോലെ. ആക്ച്വലി നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ കണ്ടു എന്നുള്ളതാണ്, തെറ്റാണത്. നമ്മൾ വിചാരിച്ച പോലെ. ഫോളിങ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ലവ് കോമൺ ഒന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, അത് നടക്കുന്നുണ്ട് ഇപ്പം. പിന്നെ ഇപ്പോഴത്തെ പെൺകുട്ടികളും ആൺകുട്ടികളും ബോൾഡാണ് പറയാനായിട്ട്, എനിക്ക് ഇവളെ വേണ്ട അല്ലെങ്കിൽ ഇവനെ വേണ്ട. അപ്പൊ ഡിച്ച് ചെയ്തു എന്നുള്ള മട്ടിലല്ല സംസാരിക്കുന്നത്. എൻ്റെ എന്താ എക്സ് എന്നോ അങ്ങനെയൊക്കെ പറയാനായിട്ട് പറ്റും. പണ്ടൊക്കെ പറഞ്ഞിരുന്നത് എന്നെ അവൻ ചതിച്ചു അല്ലെങ്കിൽ അവൾ ചതിച്ചു എന്നാണ് പറഞ്ഞത്. ഡിച്ച് ചെയ്തു എന്ന്, ചതിയൊന്നുമില്ല അതിനകത്ത്. യു ഡിൻ ലൈക്ക് അത്രേ ഉള്ളൂ. അത്രയും സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാം. പക്ഷെ വൺസ് കമ്മിറ്റഡ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വിട്ടുവീഴ്ച ചെയ്യണം. അത് കഴിഞ്ഞു കഴിഞ്ഞാലേ ഉള്ളൂ. മാരേജസ് ആർ നെവർ ബോൺ നല്ലത്. മാരേജസ് ആർ വർക്ക്ഡ് ഔട്ട്. നമ്മൾ വർക്ക്ഡ് ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ ആ വ്യക്തിയെ ഇപ്പൊ കൂടുതൽ പഠിച്ച് അവരുടെ പോരായകൾ മനസ്സിലാക്കി അവർക്ക് അത്രയൊക്കെ അവിടെ നമ്മളുടെ സപ്പോർട്ട് എത്രയുണ്ട് എന്നുള്ളത് നോക്കി തിരിച്ചും ഒക്കെ ആ സപ്പോർട്ടുകൾ ചെയ്ത് വരുമ്പോഴത്തേക്കും മാരേജസ് ബിക്കം ബ്യൂട്ടിഫുൾ. പോളിഷ് ചെയ്തെടുക്കണതാ. ആദ്യം കിട്ടുന്നത് റഫ് കട്ട് ഡയമണ്ട് ആണ്, പിന്നെയാണ് പോളിഷ് ചെയ്ത് വളരെ തിളക്കം കൂടിയതാക്കണം. ഇതിനകത്ത് തന്നെ ഇപ്പൊ ഈ കമ്മിറ്റ്മെന്റ്, നല്ല കമ്മിറ്റ്മെന്റ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ഒരാള് ഒരു തവണ ട്രൈ ചെയ്തു, രണ്ടാമത് ട്രൈ ചെയ്തപ്പോഴും രണ്ടാമത് റിലേഷൻ വന്നു. ആ സമയത്തും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിന്നു, പക്ഷെ രണ്ടും ഫെയിൽ ആയിപ്പോയി. അപ്പോൾ അവര് പിന്നെ വിചാരിക്കുകയാണ് ഈ ഒരു കമ്മിറ്റ്മെന്റ് റിലേഷൻഷിപ്പ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യാം, ഇനിയിപ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് വെച്ചാൽ അത് ഭയങ്കര സ്ട്രെസ്സാണ്, റെസ്പോൺസിബിൾ ആണ്, എനിക്ക് അത്ര ലൈഫ് ഒന്നും താല്പര്യമില്ല. ആ സ്റ്റേജുകളിലേക്കൊക്കെ പോകുന്ന ആൾക്കാര് എന്താവും? നോ പ്രോബ്ലം. ഞങ്ങൾ അതിനെന്താ വെയിറ്റ് ചെയ്യുക, നല്ലൊരു പാർട്ട്ണർ വരണവരെ, ഓക്കെ, കിട്ടണവരെ നോക്കുക. എനിക്കറിയാം എത്രയും കുട്ടികള് എഗ് സ്റ്റോർ ചെയ്യാൻ ഇവിടെ വരാറുണ്ട്. കാരണം അവര് ഇതുവരെ ഒരു പാർട്ട്ണറെ കണ്ടുപിടിച്ചിട്ടില്ല. 10-35 വയസ്സായി അവര് വരുന്നു. ചോദിക്കുമ്പോ ഒരുപാട് പേരെ കാണും, എല്ലാവർക്കും എന്തെങ്കിലും പോരായ്മ. സോ ദേ ആർ സ്കെയർഡ് ടു. അവർക്ക് കോമ്പാറ്റബിലിറ്റി ഇല്ല, വയബിലിറ്റി ഇല്ല, ആ ഒരു വയബിൾ ആവൂല റിലേഷൻഷിപ്പ്. അപ്പൊ അവർ വെയിറ്റ് ചെയ്യണു. അണ്ടർസ്റ്റാൻഡ്? അതിനെന്താ തെറ്റ്? ഇപ്പൊ നമ്മൾ വളരെ സക്സസ്ഫുൾ പേഴ്സൺസ് ലൈക്ക് ശോഭന ഒക്കെ കല്യാണം കഴിച്ചിട്ടില്ല, ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ഇവിടെ ജീവിച്ചിട്ടില്ല. നത്തിങ് റോങ്. പക്ഷെ അതുകൊണ്ട് അവരുടെ ജീവിതം വ്യർത്ഥമാണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അവരവരുടെ പ്രൊഫഷനിൽ മിടിക്കുകയാണ്, അവർക്കൊരു കുട്ടി വേണമെന്നുണ്ട്, അവർ കുട്ടിയെ ദത്തെടുത്ത് വളർത്തണം. സോ നമ്മളുടെ തന്നെ, ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എല്ലാവർക്കും പറഞ്ഞു മനസ്സിലാവാൻ പറ്റുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കമ്മിറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് അത് വ്യർത്ഥമാണെന്ന് വിചാരിക്കേണ്ട. തേർഡ് പേഴ്സൺ ആയിരിക്കും നമുക്ക് ഏറ്റവും നല്ലതായിട്ട് വരിക. പിന്നൊന്നോ ഇത് കറക്റ്റ് ആയിട്ട് ഇപ്പൊ എന്നെയൊക്കെ പോലുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നില്ല. കണ്ടു, വീട്ടിലുള്ളവരെ നിശ്ചയിച്ചു, അത് അന്തകാലം. ഐ ഡോണ്ട് തിങ്ക് സോ ഇന്നൊക്കെ അങ്ങനെ നടക്കുന്നത്, അറ്റ്ലീസ്റ്റ് കേരളത്തിൽ, എറണാകുളത്ത്.
ചിലപ്പോ ഈ ഒരു കാലഘട്ടമായിരുന്നെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ടായേനെ അല്ലേ? അറിയില്ല, ഐ ഡോണ്ട് നോ. ഞാൻ വളരെ പ്രൊഫഷണലി കമ്മിറ്റഡ് പേഴ്സൺ ആയിരുന്നു. എനിക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ ഉള്ളത് ധാരണയുള്ള പേഴ്സൺ ആയിരുന്നു. അപ്പൊ എനിക്ക് ഇടത്തോട്ടും വലത്തോട്ടും നോക്കി ഐ വാസ് നോട്ട് എ പേഴ്സൺ ലൈക്ക് ദാറ്റ്. ഒരു റിലേഷൻഷിപ്പിൽ പെട്ടെന്ന് എടുത്തു ചാടി വീഴും എന്നുള്ള ടൈപ്പ് അല്ലായിരുന്നു. അങ്ങനത്തെ അല്ലായിരുന്നു. കുറച്ചൊരു ഒരു അന്നത്തെ ആൾക്കാർ പറഞ്ഞിരുന്നത്, എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ വിചാരിച്ചിരുന്നത് ഞാൻ മെയിലിഷ് ആണെന്ന്. ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റിയാണ്. ഒരു പ്രണയ വിരോധിയായിരുന്നു? അബ്സല്യൂട്ട്ലി നോ. എനിക്ക് എൻ്റെ എന്തോരം ഫ്രണ്ട്സ് പ്രണയിച്ചിട്ടാ കല്യാണം ചെയ്തത്. അവരെയൊക്കെ ഈവൻ അവര് ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാനും അവര് പ്രേരിപ്പിക്കാനും ഒക്കെ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. തമാശയാണെന്ന് മാത്രം. ലൈഫിലേക്ക് അത് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതെന്റെ വ്യക്തിപരമായ ഇതായിരുന്നു. വിരോധിയോ ഒട്ടുമല്ല. ഓക്കെ ഡോക്ടർ, താങ്ക് യു. താങ്ക് യു സോ മച്ച്.